Hi, Namaste, welcome back to my channel WinTrader. തുടക്കക്കാർക്ക് ഈസി ആയിട്ട് ഓപ്ഷൻസിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ടെക്നിക്കൽ അനാലിസിസ് വഴി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ 19th December. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് രാവിലെ ഒരു ഡൗൺ ട്രെൻഡും അത് കഴിഞ്ഞ് ഒരു അപ് ട്രെൻഡും പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഡൗൺഫോളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബൈ ട്രെൻഡ് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്. സെൽ ട്രേഡിലും പ്രോഫിറ്റ് നേടാൻ പറ്റിയിരുന്നു, ബൈ ട്രേഡും പറ്റിയിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ബൈ ട്രേഡ് ഞാൻ ആക്ച്വലി പിടിച്ചിട്ടുണ്ടായിരുന്നു. 21,300 കോൾ ഓപ്ഷൻ ഞാൻ പിക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആക്ച്വലി സിഗ്നൽസ് കൺഫർമേഷൻ വന്ന് 189 എടുത്ത് നേരെ മാർക്കറ്റ് മേലിലേക്ക് ഒരു 249 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 3,000 rupees ഞാൻ ഒരു ലോട്ടിൽ ഏൺ ചെയ്തു. അപ്പോൾ 3 ലോട്ട് എടുത്ത് 9,000 rupees ഒറ്റയടിക്ക് ഞാൻ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ആകുന്നു, ഇതിലെങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം, റിവേഴ്സിൽ എവിടെ നിന്ന് പിക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇപ്പം നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ് കുറച്ച് 6 അതായത് സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് നോക്കുക, സ്വിംഗ് ട്രേഡിങ്ങിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും 1 hour ചാർട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം 6/11 നമുക്ക് 19,353 വന്ന ബൈ ഹൈക്ക് നമുക്ക് നേരെ കയറി ഇപ്പോൾ 21,445 വരെ നമുക്ക് പോയിട്ടുണ്ട്. ഹ്യൂജ് ഹൈക്കിലാണ് നിൽക്കുന്നത്. 2,000 പോയിന്റ്സോളം നമുക്ക് ആക്ച്വലി നമുക്ക് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും മാർക്കറ്റ് നമുക്ക് ആക്ച്വലി ബ്രേക്കൗട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ ഗ്രീൻ ആണ് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. റിവേഴ്സിന് ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സൈഡ് വ്യൂസ് കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ പെർഫോമൻസിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ട്. അപ്പോൾ ഇന്നത്തെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നലെ ഇതാ ഈ റെഡ് കളർ ഡൗൺ ആരോണ് സെല്ല്, ഇതാണ് ബൈ. അപ്പം നമുക്ക് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അലേർട്ട് മെസ്സേജ് കിട്ടും. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ലേറ്റസ്റ്റ് വെർഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയാൻ ടോട്ടൽ 8 സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് ബേസിക് ഇപ്പം ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്ക് പോലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ റെഡ് കളർ ഡൗൺ ആരും ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 255 എൻട്രി പോയിന്റും ടാർഗറ്റും. അപ്പോൾ അതിന് മുമ്പ് വന്ന സിഗ്നലിലെ സെല്ല് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന സെല്ല് ഇന്ന് രാവിലെ കണ്ടിന്യൂവേഷൻ പോയി സപ്പോർട്ട് എടുത്ത് ആട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഈ ബൈ സിഗ്നലാണ് കൺഫർമേഷൻ വന്ന് നേരെ കയറിയത്. അപ്പോൾ സിഗ്നൽസ് നമുക്ക് വന്ന ശേഷം കൺഫർമേഷൻ പെട്ടെന്ന് വന്നു, ബ്രേക്കൗട്ടും പെട്ടെന്ന് പോയി നല്ല രീതിയിൽ അപ്ടൻ്റെ കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഞാൻ അവിടെ നിന്ന് എടുക്കുമായിരുന്നു. അവിടുത്തെ പ്രകാരമാണ് ഞാൻ ആക്ച്വലി ആ സിഗ്നൽസ് കൺഫർമേഷൻ പ്രകാരമാണ് 2,439 ബ്രേക്കൗട്ട് പോയത്. ഞാൻ 300 കോൾ ഇന്ത മണിയിൽ വെച്ചിട്ട് എടുത്തത്. അപ്പോൾ അവിടെ നിന്നാണ് 189 നേരെ കയറി 249 വരെ നമുക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് നേടിത്തന്നത്. അപ്പോൾ സിഗ്നൽസ് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. ഒരു സെല്ലാണെങ്കിലും ഒരു ബൈ ആണെങ്കിലും കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ ചെക്ക് ചെയ്യാതെ എൻട്രി എടുക്കാൻ പാടില്ല. ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ പ്രൈസ് ആൻഡ് സെൽ സോൺ. അപ്പം സിഗ്നൽസ് കൺഫേം ആണ്, നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് ഡേറ്റിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിഗ്നൽസ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൺഫർമേഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഓറഞ്ച് ക്യാൻഡിലും കൂടെ ഫോം ആയിട്ടുണ്ട്. അതിനടുത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിഗ്നൽസ് എപ്പോഴും ബ്രേക്കൗട്ട് സപ്പോർട്ട് എടുത്തിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ മാർക്കറ്റ് കുറച്ച് ഇറങ്ങി ഹ്യൂജ് ഹൈക്കിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് താഴെ സോൺ ബൈ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് സെല്ലിലേക്ക് ഫോം ആയത്. അപ്പോൾ അവിടുന്ന് ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ആ സമയത്ത് ഓറഞ്ച് വന്ന സ്ഥിതിക്ക് ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഈ ബൈസിക്കിൾ നേരെ തിരിച്ചാണ്. ബൈസിക്കിൾ പെട്ടെന്ന് വന്നു, താഴെ ഗ്രീനായി കൺഫർമേഷൻ വന്നു, നേരെ കയറുകയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആക്ച്വലി പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അല്ല തേർഡ് ക്യാൻഡിൽ നമുക്ക് നേരെ എടുക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ എടുത്ത കോൾ ഓപ്ഷൻ 21,300 കോൾ ഓപ്ഷൻ എടുത്ത് നേരെ കൺഫർമേഷൻ വന്ന ശേഷം സെക്കൻഡ് അല്ല തേർഡ് ക്യാൻഡിൽ ഞാൻ എടുത്തു, അവിടെ നേരെ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. ഇപ്പം രാവിലെ പിക്ക് ചെയ്തില്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന ബ്രേക്കൗട്ടിൽ അപ്രോക്സിമേറ്റ് 206 പിക്ക് ചെയ്തത് നമുക്ക് 40 പോയിന്റ്സോളം ലാസ്റ്റത്തെ ആ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് ആക്ച്വലി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ലൈവിൽ കാണാൻ, അതായത് ലൈവ് പെർഫോമൻസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ടെസ്റ്റിമോണീസ് എല്ലാം ഡീറ്റെയിൽസ് അടക്കം. ഓക്കെ, താങ്ക് യു.